ഹായ്, അബി കുട്ടൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളാവും അല്ലേ. വീഡിയോകളൊക്കെ എടുത്തതും എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. മക്കൾക്ക് വേണ്ടിയൊക്കെ നെത്തോലി അച്ചാറിട്ടതിൻ്റെയും ബീഫ് അച്ചാറിട്ടതിൻ്റെയും ഒക്കെ വീഡിയോകളൊക്കെ കാണണം. എന്തോ ഒന്നിനും ഒരു മൂടും ഒന്നിനും ഒരു മനസ്സങ്ങാട്ട് വരാത്തത് കൊണ്ട് ഒന്നും എടുത്തിട്ടതുമില്ല. ചിങ്ങമാസം 1-ാം തീയതി ആണ്ട് പിറന്ന 1-ാം തീയതി വീഡിയോ ഇടണമെന്ന് അത് അന്ന് ഞാൻ കുറച്ച് വീഡിയോ കാര്യം ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അന്ന് എനിക്കൊരു വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. മോക്കൊരു ചെറിയ തട്ടൽ വന്ന്, അപ്പോൾ ഞാനിവിടെ ഒരമ്മയുടെ ഇതിന് വേണ്ടി വന്നിട്ട് 5 ദിവസത്തെ കെയറിന് വന്നതാണ്. അപ്പോഴാണ് മോൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരിത് വന്നത്. അപ്പം നിന്ന കൊച്ചിനെ തന്നെ ഞാൻ തിരിച്ച് വിളിച്ചാക്കിയിട്ട്, അത് നോർമൽ കെയറാണ്, വന്നിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാനത് പറ്റുന്ന ദിവസമൊക്കെ നിൽക്കാം, 5 അല്ലെങ്കിൽ ഇത്തിരി ദിവസം കൂടെയൊക്കെ നിൽക്കുക എന്നുള്ള ഇതിലൊക്കെയാണ് അന്ന് ഞാൻ വന്നത്. വന്നപ്പോഴാണ് എൻ്റെ മോൾക്ക് പെട്ടെന്ന്, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഇതായെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നീ എത്ര കുഴപ്പമില്ലെന്നൊക്കെ അറിഞ്ഞാലും നമുക്ക് പിന്നെ ഒരു നിമിഷം പോലും എന്നെക്കൊണ്ട് പറ്റില്ല പിടിച്ച് നിൽക്കാൻ. ഞാൻ എൻ്റെ 2 മക്കളെയും വളർത്തിയിരിക്കുന്നതും ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തിയിരിക്കുന്നത്. രണ്ടുപേരെയും എൻ്റെ ഒരു വിയർപ്പിൻ്റെ എൻ്റെ ഒരു ഇതിലാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയിരിക്കുന്നത്. കാര്യം കല്യാണം കഴിച്ച് മോനെ പ്രസവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ അണ്ണൻ നാട്ടിലായതിന് ശേഷം കുറേ നാൾ ജോലിക്ക് അണ്ണൻ പോകുമായിരുന്നു. അതിനൊപ്പം തന്നെ ഞാനും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അണ്ണൻ ജോലിക്ക് പോകുന്നുവെങ്കിലും അണ്ണൻ്റെ മരുന്നിനും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ ഒരു കുടുംബ ഉത്തരവാദിത്വത്തിൻ്റെ തലപ്പത്തായതുപോലും അതുകൊണ്ടാണ്. ഒരു കുടുംബത്തിൻ്റെ 99% ഉത്തരവാദിത്വവും ഒരു പെണ്ണിൻ്റെ തലയിൽ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ്. ജീവിതം എന്തെന്ന് പഠിച്ചത് 19.5 വയസ്സിൽ കല്യാണം കഴിച്ചു. 21 വയസ്സ് തികയും മുമ്പേ എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചു. അന്ന് തൊട്ടേ തുടങ്ങിയൊരു ഇതാണ് ഇങ്ങനെ ഒരു ജീവിതത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. സുഖമെന്തെന്നോ ദുഃഖമെന്തെന്നോ, ദുഃഖത്തിൽ മാത്രം എത്രയോ രാത്രികൾ എണീച്ചിരുന്ന് കരഞ്ഞു, എത്രയോ രാത്രികൾ ഉറങ്ങാത്ത രാത്രികൾ, എത്രയോ രാത്രികൾ അങ്ങനെ പല രാത്രികൾ കടന്നു പോയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. പാരിപ്പള്ളിയിലാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്. പക്ഷേ എന്നെ കൊണ്ടുപോയ വീട്ടിൽ 3 ആമക്കളാണ്. പക്ഷേ പിന്നെ വന്ന 2 പേരും അതിലെ 1% പോലും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അവർ ആ നാട്ടിലുള്ളത് തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായം പറയാം, എൻ്റെ അണ്ണൻ്റെ ഒരിത് പറയുകയാണെങ്കിൽ, എനിക്ക് എപ്പോഴും അണ്ണൻ എന്ന് പറയുന്ന അണ്ണൻ മുന്നിൽ തന്നെ നിൽക്കണം. ഇപ്പോഴും ഞാൻ എൻ്റെ അണ്ണനെ കൈവെള്ളയിൽ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. എനിക്കതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു വിജയം. എൻ്റെ അമ്മാവനും എൻ്റെ അമ്മാവിയും എൻ്റെ 2 അനിയന്മാരും എല്ലാം പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെ തന്നെയാണ്. എൻ്റെ പാരിപ്പള്ളിയിലുള്ളവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എൻ്റെ ഭർത്താവിനെ ഞാൻ പൊന്നുപോലെ തന്നെയാണ് അന്നും ഇന്നും നോക്കുന്നത്. ആരും പറയില്ല അവനെ നോക്കാതെ കളഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവനെ നോക്കാതെ ഇട്ടിരുന്നു, അല്ല അതെല്ലാം പിടിച്ചു വെച്ചിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊന്നും ആരും ഒരിക്കലും പറയില്ല. എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് വകയിലും മുതലിലും അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഭർത്താവിലാണ് എനിക്ക് ഏറ്റവും വലിയ ഒരിത്. എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് സിറ്റ് ഔട്ടിൽ വേണമെങ്കിലും എനിക്ക് കിടന്നുറങ്ങാം, ആരെയും പേടിക്കണ്ട. നമുക്കതാണ് ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. എനിക്ക് 2 മക്കളെയും ദൈവം തന്നു. ആ മക്കളെ ഞാൻ പൊന്നുപോലെ വളർത്തിയെടുത്തു. അണ്ണൻ്റെ ഒരിത് ഞാനും അണ്ണനും എല്ലാവരും എൻ്റെ കുടുംബം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും പോകുന്നു. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ വീഡിയോ ഇടാൻ പറ്റാത്ത കുറേ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോഴും, പിന്നെ ഇടയ്ക്ക് നമുക്ക് എല്ലാ വീഡിയോ ഒക്കെ ഇടുന്നതിനൊക്കെ ഒരു ഇത് വേണമല്ലോ. കുറേ വീഡിയോകൾ എടുത്തത് എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. അപ്പം ചിങ്ങമാസം വന്നു, നമ്മുടെ ഓണം വന്നിഞ്ഞ് തലയിൽ കയറിയിരിക്കുകയാണ്.
ഇപ്പം നിങ്ങൾക്കെല്ലാം ഓണം ഒരുക്കേണ്ട ഒരു ഇതായിരിക്കും. എനിക്ക് ഒരു 1-2 ദിവസം കൂടി ഞാൻ പോയിട്ട് മിനിയാന്ന് വന്നു. ഇവിടെ ഒരു അമ്മയുടെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കാല് ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെ ഒരു ഇതിലേക്ക് എനിക്ക് വരേണ്ടി വന്നു. അങ്ങനെ പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷനൊന്നും ഇപ്പോഴൊന്നും അല്ല കഴിഞ്ഞത്. അങ്ങനെ ഞാൻ ആ ഒരു ഇതിനല്ലേ പോണം, കുടുംബശ്രീ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് ഞാനിപ്പോൾ തോനെ നാളായിരുന്നു, 1.5 മാസമായിരുന്നു. കാര്യം മരുമോനൊക്കെ വന്ന് നിന്നപ്പോൾ എനിക്ക് അണ്ണൻ ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് ജോലിക്ക് വരാൻ പറ്റാതായി. പിന്നെ എൻ്റെ കുടുംബം വിട്ടുള്ള ഒരു കളി എനിക്കില്ല. എല്ലാം അങ്ങനെയാണ്. എൻ്റെ കുടുംബം നോക്കി അത് കഴിഞ്ഞിട്ടുള്ള ഇതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. ഇനി പോയിട്ട് ഓണമൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയമൊക്കെ ആകുമ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം. പിന്നെ എനിക്കിനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, എനിക്കൊരു ഹോർമോൺ ടെസ്റ്റിന് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഇടയ്ക്കൊരു ഡോക്ടറെ അത് കാണിച്ചപ്പോൾ അത് ചെയ്യാത്തതിന് ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ള 2 ടെസ്റ്റുകളാണ്. അതിൽ 4 ടെസ്റ്റുകളാണ് എഴുതിയേക്കുന്നത്. അതിൽ 2 ടെസ്റ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ടെസ്റ്റുകളാണ്. അത് ചെയ്യാത്തെന്തെന്ന് പറഞ്ഞ് ഡോക്ടർ ഇനി പറയാനായിട്ട് ഇനി ഒന്നുമില്ല. ആ 4 ടെസ്റ്റിനും കൂടി ചെയ്യണമെങ്കിൽ 5000 രൂപയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 5000 രൂപ നമ്മുടെ കയ്യിൽ എടുക്കാൻ കാണില്ലല്ലോ. അപ്പോൾ ആ ഡോക്ടറെ പിന്നെ ഞാൻ ഇതുവരെ പോയി കണ്ടില്ല. ഷേണായി ഡോക്ടറെ മോനാണ്, എൻഡോക്രൈനോളജിയാണ്. അപ്പോൾ ഞാൻ ആഹാരം എത്രത്തോളം നിയന്ത്രിച്ചിട്ടും എനിക്ക് തടി കുറയാത്ത കാര്യം എന്താണെന്ന് ആ ടെസ്റ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റൂ. അത് ചിലപ്പോൾ ഒരുപാട് ദോഷത്തിലേക്ക് നമ്മുടെ തൈറോയിഡ് എന്ന് പറയുന്ന നമ്മുടെ ശരീരം ഒരുപാട് ദോഷം ചെയ്യുന്നൊരു അസുഖമാണ്. അത് ഇപ്പം അറിയാവുന്നുള്ളവർക്കറിയാം. ചിലർ പൊട്ടം കളിക്കും, ചിലർ അവരവർക്കുള്ളവർക്കാണെങ്കിൽ അവരത് ശ്രദ്ധിക്കും, വേറെയുള്ളവർക്കാണെങ്കിൽ അത് വെറും ഈസി ആയിട്ട് കളയും. എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല, എന്നാലും അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. എനിക്ക് ആ ടെസ്റ്റ് എത്രയും പെട്ടെന്ന് ചെയ്യണം. കാര്യം ആ ടെസ്റ്റിന് എഴുതി തന്നിട്ട് 7-8 മാസമായി. അതുകൊണ്ട് ആ ഡോക്ടറെ പിന്നെ പോയി കണ്ടില്ല. അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. ആ ടെസ്റ്റ് എത്രയും പെട്ടെന്ന് ചെയ്യണം. പ്രത്യേകിച്ചും 45 വയസ്സ് കഴിഞ്ഞവർ ക്യാൻസറിൻ്റെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ അതും ഇതുവരെയും ചെയ്തിട്ടില്ല. എനിക്ക് കടയ്ക്കൽ കിംസാറ്റി കിടന്നപ്പോഴേ ആൻജിയോഗ്രാം ചെയ്യാൻ എഴുതി തന്നു. അതും ചെയ്തില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 2 പേർക്കും അസുഖമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ളവർ ചെയ്യണമെന്നുണ്ട്. ഞാൻ അതും ചെയ്തിട്ടില്ല. എനിക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷേ എന്നാലും ഇതൊക്കെ ചെയ്തിരിക്കണം എന്നുണ്ട്. അപ്പം ഇതിനെല്ലാം ഞാൻ എന്തായാലും ഇനി എല്ലാം മുന്നോട്ട് തന്നെ എനിക്കാവുന്നിടത്തോളം കാലം ഞാൻ ജോലിക്ക് പോകണം എന്നാണ് എൻ്റെ മനസ്സിൽ. കാര്യം ഒരുപാട് ഞാൻ വിഷമിച്ചു, ഒരുപാട് എന്തെന്തോ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു എന്തോ ഒരു വല്ലാത്തൊരു ഭാരമാണ് എനിക്കെപ്പോഴും. അതുകൊണ്ട് ഒക്കുന്നിടത്തോളം കാര്യം അണ്ണൻ അണ്ണൻ ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നില്ല. അണ്ണൻ ഈ പറഞ്ഞ കണക്ക് ഇനി അണ്ണനെ ഒന്നിനും നമ്മൾ ഇതാക്കിയിട്ട് കാര്യമില്ല. അണ്ണൻ്റേതായ രീതിക്ക് ഇതാവുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ടൊക്കുന്ന ഞാൻ ജോലിക്ക് പോയി മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതല്ലേ നല്ലതല്ലേ? നമുക്ക് ഒരു കാര്യം നമ്മൾ വേണമെന്നും പറഞ്ഞ് നമ്മൾ മുന്നോട്ട് കാല് വെച്ചാൽ, എനിക്ക് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഡോക്ടർ നടുവിനും കാലിനും എല്ലാം പല ഇത് പറഞ്ഞു. എൻ്റെ മോൾക്കറിയാം ഡോക്ടർ പറഞ്ഞത്. അതിനെല്ലാം ഞാൻ മറിച്ച് ജോലിക്ക് പോകാമെന്ന് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് കാര്യം വീട്, മോള്, പിന്നെ അതൊക്കെ എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് മോൻ കുടുംബമായിട്ട് അങ്ങ് പോയി. അപ്പം വേറെ ആരുമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ്. അപ്പം ഇനി ദൈവമാണ് നമുക്കെല്ലാത്തിനും കൂട്ട്. ഭഗവാൻ വിചാരിക്കുകയാണെങ്കിൽ എല്ലാം നടക്കും. ഞാൻ ദൈവത്തിന്
മതിമറന്ന് ഒന്നും അന്നും ജീവിച്ചിട്ടില്ല, ഇന്നും ജീവിച്ചിട്ടില്ല. എപ്പോഴും എനിക്ക് ഭഗവാൻ കൂട്ടിനുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളായി നിന്ന് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും പറ്റുമല്ലേ. അതിനൊരു ലക്ഷ്യം കൂടി ഉണ്ടെങ്കിൽ, അതിനൊരു പ്രാപ്തിയും അതിനൊരു ലക്ഷ്യം കൂടി ഉണ്ടെങ്കിൽ, നമുക്ക് ധൈര്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നടക്കും. അങ്ങനെ കാല് മുന്നോട്ട് വയ്ക്കുക. ആര് തളർത്താൻ നോക്കിയാലും നമ്മൾ തളരില്ല.